നമ്മുടെ ഭരണസമിതിയിലെ രണ്ടാമത്തെ പ്രസിഡന്റാണ്. ഒന്ന് വാസു, ഇപ്പോൾ രണ്ടാമത് പ്രശാന്ത്. അതേ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇടതുപക്ഷ ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്ന് വ്യക്തമാക്കിയതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് തുടരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ ഒരിക്കലും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തി സത്യസന്ധമായി ഏത് നടപടികൾ സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് കരുതുന്നത് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഗവൺമെൻറ് പല കാര്യങ്ങളിലും എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പൊതിച്ചോറ് എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുകയാണ്. പൊതിച്ചോറ് വിടില്ല, കൊടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയല്ലേ പ്രഖ്യാപിച്ചത്. ഇവിടെ ഇപ്പോൾ 10,000 കോടിയുമായി വന്നിരിക്കുന്നു ടാറ്റ കപ്പൽ. ഇപ്പോൾ കപ്പലും ഇല്ല, ടാറ്റയും ഇല്ല. ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. കാര്യങ്ങൾ ശരിയായ നിലയിൽ പഠിച്ച് വിലയിരുത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ, രാഷ്ട്രീയമായ നിരീക്ഷണം നടത്തി രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇന്ന് പത്രങ്ങൾ വന്നിട്ടതാണ്. അത് ഓൺലൈനിൽ വളരെ വളരെ അർഹതപ്പെട്ടവർക്ക് ന്യായമായും അവരുടെ സർവീസ് മാറ്റർ നോക്കി അവരുടെ സർവീസ് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ സ്ഥലമാറ്റ ട്രാൻസ്ഫർ കൊടുത്തിരുന്നത്. ഇപ്പോഴാകെ അട്ടിമറിക്കാൻ വേണ്ടി മന്ത്രിയുടെ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കുകയാണ്. എന്താ നടക്കുന്നത് ഇവിടെ? എത്ര തെറ്റായിട്ടുള്ള നിലപാടാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഗവൺമെൻറ് ഉപേക്ഷിക്കണം. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോകണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം.